ഹലോ നമസ്കാരം, മലയാളം വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഒരു ഫിഷ് കറിയാണ്. സാൽമൺ ഫിഷ് കൊണ്ട് ഒരു ഫിഷ് കറി. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് സാൽമൺ ഫിഷ് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തതാണ്. ഇതിൽ ഒമേഗ 3 കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. ഇതിനു വേണ്ടി ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതെല്ലാം സാധാരണ മീൻ കറിക്ക് അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കുക. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സാൽമൺ ഫിഷ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ മസാല ചേർക്കണമെന്നില്ല, ചെറുതായിട്ട് ഒന്ന് വറുത്ത് കോരിയെടുത്താൽ മതി. ഇനി ഫിഷ് കറി വയ്ക്കാൻ വേണ്ടി ഒരു മൺപാത്രമോ പാത്രമോ എടുത്ത് അത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മൾ വറുക്കാനെടുത്ത എണ്ണ തന്നെ ചേർത്താൽ മതിയാവും. അതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് സവാള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴണ്ടതിന് ശേഷം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഒന്ന് വെന്ത് കിട്ടും. തക്കാളി വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. ഒരു കഷ്ണം പുളി കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കുക.
ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത മീൻ ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ സാൽമൺ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.